നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കാട്ടാന ഭീതി ഒഴിയാതെ വാളയാർ വനയോര മേഖല. പ്രദേശത്ത് വിലസുന്നത് 2 ഒറ്റയാന്മാരും 18 ആനകളുടെ കൂട്ടവും. 3 സ്ഥലങ്ങളിൽ ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മലമ്പുഴ ചെറാട് ശാസ്ത്രനഗറിൽ CCTVയിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണെന്ന് ഉറപ്പിക്കാനാകാതെ വനം വകുപ്പ്. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾക്കും വ്യക്തതയില്ല. യാത്രക്കാരെ ഭയപ്പെടുത്തി വാടാനംകുറിശി. മേൽപ്പാലം നിർമ്മാണം അനന്തമായി നീളുമ്പോൾ തകർന്ന സർവീസ് റോഡുകളിലൂടെ മരണയാത്ര. അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും തകർന്നു. മിണ്ടാട്ടമില്ലാതെ അധികാരികൾ. നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമെന്ന് KFDC. തിയേറ്ററുകൾ നൂതന ദൃശ്യ ശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ചത് 16 കോടി രൂപ ചിലവിൽ. തിയേറ്റർ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 1. വാർത്തകൾ വിശദമായി. കാട്ടാന ഭീതി ഒഴിയാതെ വാളയാർ വനയോര മേഖല. 2 ഒറ്റയാന്മാരും 18 ആനകളുടെ കൂട്ടവുമാണ് പ്രദേശത്ത് വിലസുന്നത്. 3 സ്ഥലങ്ങളിൽ ഇന്നലെ വൈകിട്ട് ഒറ്റയാന്മാരും ആനക്കൂട്ടവുമെത്തി. പുലർച്ചെ ചുരുളിക്കൊമ്പൻ വാളയാർ ആറ്റുപതിയെ വിറപ്പിച്ചു. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വീടുകൾക്കിടയിലൂടെ നടന്ന മതിലും ഗേറ്റുകളും തകർത്തു. 10 ഏക്കർ നെൽപ്പാടം ചവിട്ടി നശിപ്പിച്ചു. ആനയ്ക്ക് മുന്നിൽ കുടുങ്ങിയ പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജോലിക്ക് പോകാനാകാതെ പലരും പ്രതിസന്ധിയിലായി. പുലർച്ചെ 4:30 പ്രദേശത്ത് നിലയുറപ്പിച്ച് അക്രമം വിതച്ച ചുരുളിക്കൊമ്പൻ രാവിലെ 8:30 ഉൾവനത്തിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം മലമ്പുഴ ആറങ്ങാട്ടുകുളമ്പിൽ നിന്ന് ചുരുളിക്കൊമ്പനെ വനംവകുപ്പ് ഉൾവനത്തിലേക്ക് തുരത്തിയെങ്കിലും വീണ്ടും കഞ്ചിക്കോട് വനത്തിലൂടെയാണ് ആന ജനവാസ മേഖലയിലെത്തിയത്. ചുള്ളിമട ഭാഗത്ത് PT-14 ഒറ്റയാനാണ് നാശം വിതച്ചത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം PT-14 വട്ടപ്പാറ ദേശീയപാതയിൽ എത്തിയിരുന്നു. ഇവിടെ നിന്ന് തുരത്തിയതോടെയാണ് ചുള്ളിമടയിൽ എത്തിയിരിക്കുന്നത്. ആളുകളേക്കാൾ ആനകളാണ് ഇപ്പോൾ കഞ്ചിക്കോട് വാളയാർ വനയോര മേഖലയിൽ. 2 ഒറ്റയാന്മാരും 18 ആനകളുടെ കൂട്ടവുമാണ് മേഖലയിൽ വിലസുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ചെറാട് ശാസ്ത്രനഗറിൽ CCTVയിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണെന്ന് ഉറപ്പിക്കാൻ കഴിയാതെ വനം വകുപ്പ്. ഈ ഭാഗങ്ങളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ കണ്ടെത്തിയ കാൽപ്പാടുകൾ വ്യക്തമല്ലാത്തതിനാൽ പുലിയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാണോ എന്നും CCTVയിൽ പതിഞ്ഞത് കാട്ടുപൂച്ചയാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. 27 പുലർച്ചെയാണ് മലമ്പുഴ ചെറാട് ഇല്ലം ഹെറിറ്റേജിൽ രവി പിഷാരടിയുടെ വീട്ടിലെ CCTV ക്യാമറയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. വനമേഖലയുള്ള ചെറാട് ഭാഗം പുലി സാന്നിധ്യമുള്ള പ്രദേശമാണ്. പലപ്പോഴായി ഇവിടെ പുലിയെത്തി ആട്, പശു, വളർത്തുനായ, കോഴി എന്നിവയെ പിടിച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് മേലെ ചെറാട് ഭാഗത്ത് പുലിയെത്തി വളർത്തുനായയെ പിടികൂടിയിരുന്നു. അതേസമയം CCTVയിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണെന്ന് വനം വകുപ്പിനെ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഈ ഭാഗങ്ങളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യാത്രക്കാരെ ഭയപ്പെടുത്തി വാടാനംകുറിശി. മേൽപ്പാലം നിർമ്മാണം അനന്തമായി നീളുമ്പോൾ തകർന്ന സർവീസ് റോഡുകളിലൂടെ മരണയാത്ര. അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും തകർന്നു. മിണ്ടാട്ടമില്ലാതെ അധികാരികൾ. ജനുവരിയിലാണ് പാലം പണിക്ക് തറക്കല്ലിട്ടത്. വാഹനത്തിരക്ക് ഏറെയുള്ള പട്ടാമ്പിക്കുളപ്പുള്ളി പാതയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി റെയിൽവേ മേൽപ്പാലം എന്ന പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. തറക്കല്ലിട്ടതിനു ശേഷം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പൊടുന്നനെയാണ് പാലം പണി ആരംഭിച്ചത്. ഇതോടെ തുടങ്ങിയതാണ് വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് വഴിയുള്ള ദുരിതയാത്ര. പാലം പണിയുന്നതിനായി റോഡിന്റെ ഇരുവശങ്ങളിലും സർവീസ് റോഡുകൾ പണിതിരുന്നു. മഴക്കാലം വരുവോളം ചില സർക്കസ് കാണിച്ചെങ്കിലും ആളുകൾക്ക് യാത്ര ചെയ്യാമായിരുന്നു. എന്നാൽ കുളത്തിനെ വെല്ലുന്ന കുഴികളാണ് ഇപ്പോൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്.
ഏറെ സംഘടനകളുടെ നിരന്തരമായ പ്രതിഷേധത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം റോഡ് കോറി വേസ്റ്റിട്ടും മെറ്റലിട്ടും നേരെയാക്കിയിരുന്നു. സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗതാഗത യോഗ്യമാക്കിയ റോഡിന് 24 മണിക്കൂറിലധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ആംബുലൻസുകളും ഇവിടെ കുടുങ്ങുന്നത് പതിവാണ്. ഇരുചക്ര വാഹനക്കാർ ജീവൻ പണയം വെച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. ട്രെയിൻ പോകുന്നതിനായി ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ നീണ്ട നേരത്തെ ഗതാഗതക്കുരുക്കിനെ നേരിടേണ്ട സാഹചര്യമാണ്. വലിയ വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഇത്. ഈ റൂട്ടിലോടുന്ന ബസ്സുകൾ വാടനാകുറിശി ഗേറ്റിലെ ഗതാഗതക്കുരുക്ക് ഭയന്ന് മത്സര ഓട്ടമാണ് നടത്തുന്നത്. ജനങ്ങളെ വെല്ലുവിളിക്കുക തന്നെയാണ് പാലം നിർമ്മാണ കമ്പനി. പാലം ഇല്ലെങ്കിലും റോഡ് ഒന്ന് നന്നായാൽ മതിയായിരുന്നു എന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ഏറെ കാലത്തെ ആവശ്യമറിഞ്ഞ് പാലം കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ വരികയും മോഹന വാഗ്ദാനങ്ങൾ നൽകി മുങ്ങുകയും ചെയ്തു. എല്ലാം സഹിക്കാൻ ശേഷിയുള്ള ജനങ്ങൾ അധികാരവർഗത്തിനു മുന്നിൽ തലതാഴ്ത്തുകയല്ലാതെ എന്തു ചെയ്യാൻ? 24 മണിക്കൂർ കൊണ്ട് പാലം പണി തീരുമെന്ന അവസ്ഥയിലായിരുന്നു പാലം നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം. ഇപ്പോൾ കുരുവി കൂടുകൂട്ടും പോലെ പേരിന് 1-2 പേർ പാലത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാം എന്നല്ലാതെ പണി നടക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഈ ദുരിതം എന്നു തീരുമെന്നാണ് റോഡ് നികുതി അടച്ച് യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ഉള്ളിലെ ആശങ്ക. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പണി പൂർത്തീകരിക്കുന്ന വിശ്വാസത്തിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരൻ്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് STV. 16 കോടി രൂപ ചെലവഴിച്ച് നൂതന ദൃശ്യ ശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമായി. തിയേറ്റർ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 1 രാവിലെ 11 മണിക്ക് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. സാങ്കേതിക മികവ് പരീക്ഷിക്കുന്നതിന് വൈകിട്ട് 6 മണിക്ക് തുടരും സിനിമയുടെ സൗജന്യ പ്രദർശനം നടത്തും. ടിക്കറ്റ് വെച്ചുള്ള പ്രദർശനം ജൂലൈ 4 മുതലാണ്. അത്യാധുനിക സംവിധാനങ്ങളായ RGB 4K ലേസർ പ്രൊജക്ടർ, ഹ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനൽ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, മികച്ച ശീതീകരണി, ശരീരഘടനയ്ക്ക് അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ, ഉൾവശത്ത് മ്യൂറൽ ചിത്രങ്ങൾ, LED പ്രകാശ സംവിധാനം, സമുച്ചയത്തിൽ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫ്റ്റീരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ഭിന്നശേഷി സൗഹൃദമായ ശുചിമുറികൾ, റാമ്പ്, വീൽചെയർ സൗകര്യങ്ങൾ എന്നിവ നവീകരണത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇരു തിയേറ്ററുകളിലുമായി 850ഓളം ഇരിപ്പിടങ്ങളുണ്ട്. കൈരളി ശ്രീ തിയേറ്റർ ബാൽക്കണിയിൽ യഥാക്രമം 33, 36 പ്ലാറ്റിനം സോഫ സീറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വിപുലമായ വാഹന പാർക്കിംഗ് ഏരിയയുമുണ്ട്. 4-ാം തീയതി ധീരൻ, ജുറാസിക് വേൾഡ് റീബർത്ത്, സിതാരെ സമീൻ പർ എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കും. ആ കട്ടൺ റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്പൂതിരി ചിത്രം വരെ, അതിൻ്റെ അക്വാസ്റ്റിക്സിൻ്റെ പ്രത്യേകത വരെ, ഡോൾബിയുടെയും മാർക്കോയുടെയും ഒക്കെ സാങ്കേതിക മികവുകളുള്ള ഉപകരണങ്ങൾ വരെ, ഈ ഡോൾബി സൗണ്ട് സിസ്റ്റം ഏകദേശം അതിന് 2 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം തന്നെ, വലിയ യുദ്ധം തന്നെ നടത്തേണ്ടി വന്നു അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പൊതുമേഖലയിൽ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ, ഒരു പൊതുമേഖലയിൽ പൊതുജനങ്ങൾക്ക് സർക്കാർ മേഖലയിൽ ഉന്നത സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആ ചിന്തയുടെയും ഫിലോസഫിയുടെയും പിന്നിൽ. അത് അക്ഷരാർത്ഥത്തിൽ അത് ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഇതോടനുബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. KFDC MD പ്രിയദർശനൻ, മറ്റ് ഭാരവാഹികളായ സംവിധായകൻ MA നിഷാദ്, മെൽവിൻ മാത്യു, S രാധാകൃഷ്ണൻ, G വിദ്യ, അർച്ചന പ്രഭു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പ്രവാസി സംഘം മുള്ളൂർക്കര പഞ്ചായത്ത് സമ്മേളനം മുള്ളൂർക്കരയിൽ നടന്നു. ചടങ്ങിൽ മുതിർന്ന പ്രവാസി അംഗങ്ങളെ ആദരിച്ചു. സംഘടന തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നടത്തിയെങ്കിൽ പോലും ഒരക്ഷരം പോലും അതിന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കപ്പെടുന്നു എന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ കൊല്ലങ്ങളിലും അവർ നടത്തുന്ന പ്രവാസികളുടെ വലിയ വലിയ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ കൺവെൻഷനുകളിൽ ഉയർന്ന തലത്തിലുള്ള സാമ്പത്തിക ശേഷിയുള്ള പ്രവാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്കൊരു ഭക്ഷണം കൊടുത്ത് പിരിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതിന് ഉപരിയായി സാധാരണ പ്രവാസികളെ അഭിസംബോധന ചെയ്യപ്പെടാവുന്ന, അവരെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താവുന്ന, അവരെ ചേർത്ത് നിർത്താവുന്ന രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള വിഷയങ്ങളും അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് അവഗണന മാത്രമല്ല, അവിടെ കയറിച്ചേരുന്ന പ്രവാസികളെ അടിച്ചോടിക്കുന്ന അവസ്ഥ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മേളനത്തിൽ ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം. ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് കേരള ഗവൺമെന്റിന്റെ ഒരു പരിധിവരെയെങ്കിലും പ്രവാസികളെ വ്യക്തമായിട്ട് വിലയിരുത്തപ്പെടുകയും അതാത് വരുന്ന ബഡ്ജറ്റിൽ പ്രവാസികളെ ഉയർന്ന തലത്തിൽ പരിഗണിക്കപ്പെടുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. പ്രവാസി സംഘം മുൻ ഏരിയ കമ്മിറ്റി അംഗം ഹക്കീം ആറ്റൂർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവാസികളെ മൊമെന്റോ നൽകി ആദരിച്ചു. സെക്രട്ടറി മുഹമ്മദ് കുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി എം ഹനീഫ, ഏരിയ പ്രസിഡന്റ് KM അബൂബക്കർ, സലാം MH തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 11-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി മൊയ്തീൻകുട്ടി, സെക്രട്ടറിയായി മുഹമ്മദ് കുട്ടി, ട്രഷറർ KM മുഹമ്മദ് ബഷീർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നികുതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അത് ആരോട് പറയുമെന്ന് നമുക്കറിയാം. അതിന് കാരണം നികുതി നിയന്ത്രിക്കുന്നതും നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും GST കൗൺസിൽ എന്ന ഒരു പുതിയ സംവിധാനമാണ്. ആ സംവിധാനം കേരളത്തിലല്ല, ആ സംവിധാനം ഇന്ത്യയിൽ എവിടെയാണ് എന്ന് കൃത്യമായി പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ആ ബോഡി ഇങ്ങനെയാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനത്തെയും ധനകാര്യമന്ത്രിമാർ, ധനകാര്യ സെക്രട്ടറിമാർ, കേന്ദ്ര ധനകാര്യമന്ത്രി സെക്രട്ടറി, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ബോഡി. ഇതിൽ ആരോട് പറയുന്നത്? ഇവിടെ ധനകാര്യമന്ത്രിയോട് കേരളത്തിൽ പറയാമെന്ന് വെച്ചാൽ അവര് തന്നെ കരയാണ്, ഞങ്ങൾക്ക് GSTയുടെ വിഹിതം കിട്ടുന്നില്ല. സംസ്ഥാനത്തിന് പോലും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് വാടകയുടെ നികുതിയുമായി നമ്മൾ പ്രയാസപ്പെടുന്നത്. SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ വിജയികളായ വ്യാപാരികളുടെ മക്കളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ദേശീയ ഗെയിംസിലേക്ക് കേരള ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ നേടിയ മഹേഷിനെയും അനുമോദിച്ചു. KVVES അമ്പലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം PK മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് ട്രഷറർ EK മുരളി, നിയോജകമണ്ഡലം പ്രസിഡന്റ് മരക്കാർ മുരുക്കുംപറ്റ, നിയോജകമണ്ഡലം സെക്രട്ടറി ഗിരീഷ് പാലാരി, അബ്ദുൽ കരീം കൂട്ടിലക്കടവ്, ഹംസ പൊന്നറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ക്യാൻസർ രോഗികൾക്കായി കേശദാനം നടത്തി ഷൊർണൂർ കാരക്കാട് വളയംതൊടി വീട്ടിൽ കൃഷ്ണേന്ദു മാതൃകയായി. സർഗക്ഷേത്ര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ കേശം ഏറ്റുവാങ്ങി. 19 ഇഞ്ച് നീളമുള്ള മുടിയാണ് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി മുഖേന കൃഷ്ണേന്ദു സർഗക്ഷേത്ര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയത്. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായ T സീന, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുജിത് കുമാർ, വിനോദ് പുത്തൻവീട്ടിൽ, മണി, അക്ഷജ്, P അഭിജിത്ത്, P അജിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വടനംകുറിശി ആരഭിയിൽ കഥാസായാഹ്നം സംഘടിപ്പിച്ചു. കഥാമൃതം എന്ന നാമകരണത്തിൽ നടന്ന പരിപാടി യുവ സാഹിത്യകാരൻ ഗിരീഷ് ഓങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും മുതിർന്നവർക്കും കഥ പറയാൻ അവസരമൊരുക്കിയാണ് ആരഭി കഥാമൃതം സംഘടിപ്പിച്ചത്. വായിച്ച പുസ്തക കഥകളും കേട്ടുപഠിച്ച കഥകളും പ്രായഭേദമന്യേ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ചരിത്രം രേഖപ്പെടുത്തിയ മഹാന്മാരുടെ ജീവിതകഥകളും കുട്ടികൾക്ക് അറിവിൻ്റെ പാഠമായി. ചടങ്ങിൽ കലാസമിതി പ്രസിഡന്റ് V രാജേഷ് അധ്യക്ഷത വഹിച്ചു. V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, CP രാമൻ എന്നിവർ സംസാരിച്ചു. പ്രസാദ് വാര്യർ, വേദിക, ദേവശ്രീ, സനുഷ, അഭന്യ, അഭിമന്യു, അപർണ, അവനിക, ആദിദേവ് എന്നിവർ കഥകൾ അവതരിപ്പിച്ചു. ദീപ ടീച്ചർ സ്വാഗതവും ഹരിദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഷൊർണൂർ കണയം വെസ്റ്റ് ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് SHO രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കണയം ശ്രീകുറുമ്പക്കാവ് ഭജന മണ്ഡപത്തിലായിരുന്നു അനുമോദന സദസ്സ്. ക്ലബ്ബ് പരിധിയിലെ SSLC, +2 ഡിഗ്രി വിജയികളെയാണ് മൊമന്റോ നൽകി അനുമോദിച്ചത്. ഷൊർണൂർ പോലീസ് SHO രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ലബ്ബ്, ഒരു വായനശാല ഒരു നാട്ടിൻ്റെ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നാട്ടിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കളിസ്ഥലം, ഒരു കുളം, ഒരു പൊതുകുളം, ഒരു ക്ലബ്ബ്, ഇതെല്ലാം തന്നെ ആ നാട്ടിൻ്റെ പൊതുവായ ഒരവസ്ഥയെ. ക്ലബ്ബ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വെസ്റ്റ് ബോയ്സ് ജനറൽ സെക്രട്ടറി സന്തോഷ് സ്വാഗതം പറഞ്ഞു. പാലക്കാട് നെഹ്റു യുവകേന്ദ്ര യൂത്ത് കോർഡിനേറ്റർ ശരത്, കുലുക്കല്ലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽകുമാർ, വെസ്റ്റ് ബോയ്സ് ട്രഷറർ ജയരാജ്, രാജേഷ് വെള്ളോത്ത് എന്നിവർ പ്രസംഗിച്ചു. അനുമോദന സദസ്സിനോടനുബന്ധിച്ച് 160-ൽ പരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടാന ഭീതി ഒഴിയാതെ വാളയാർ വനയോര മേഖല. പ്രദേശത്ത് വിലസുന്നത് 2 ഒറ്റയാന്മാരും 18 ആനകളുടെ കൂട്ടവും. 3 സ്ഥലങ്ങളിൽ ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മലമ്പുഴ ചെറാട് ശാസ്ത്രനഗറിൽ CCTVയിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണെന്ന് ഉറപ്പിക്കാനാകാതെ വനം വകുപ്പ്. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾക്കും വ്യക്തതയില്ല. യാത്രക്കാരെ ഭയപ്പെടുത്തി വാടാനംകുറിശി. മേൽപ്പാലം നിർമ്മാണം അനന്തമായി നീളുമ്പോൾ തകർന്ന സർവീസ് റോഡുകളിലൂടെ മരണയാത്ര. അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും തകർന്നു. മിണ്ടാട്ടമില്ലാതെ അധികാരികൾ. നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമെന്ന് KFDC. തിയേറ്ററുകൾ നൂതന ദൃശ്യ ശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ചത് 16 കോടി രൂപ ചിലവിൽ. തിയേറ്റർ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 1. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.